ലൈഫ്സ് കമ്മ്യൂണിറ്റിയുടെ രണ്ടാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി CSI ഈസ്റ്റ് കേരള മഹായിടവക വൈദിക സെക്രട്ടറിയായ സേവനമനുഷ്ഠിക്കുന്ന ആദരണീയനായ റവറൻ TJ ബിജോയ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ S. ജോസഫ്, മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്ന റവറൻ ഡോക്ടർ ഷിജു സാമുവലച്ചൻ, വണ്ടിപ്പെരിയാർ ജില്ലയുടെ ചെയർമാൻ റവറൻ ഡോക്ടർ KD ജോസിയച്ചൻ, ഇന്ന് നമുക്ക് ക്ലാസ്സിലെത്തുന്ന ബഹുമാനപ്പെട്ട ലവസൻ ജോർജ് അച്ഛൻ, സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജോബി വേലിയച്ചൻ, S. ജെയിംസ് സാർ, TK ജോർജ് സാർ, ജോസ്മോൻ സാർ, ജോസ്മോൻ ഡോക്ടർ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലൈഫ്സ് കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട സുനീഷ് സാർ ഇവിടെ സൂചിപ്പിച്ചു. അങ്ങിങ്ങ് താമസിക്കുന്ന ഒരു മഹായിടവകയുടെ വ്യത്യസ്ത തലങ്ങളിൽ താമസിക്കുന്ന, ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരിടമാണ് ലൈഫ്സ് കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. ലിവിങ് ഇൻ ഫെയ്ത്ത്, എത്തിക്സ് ആൻഡ് സ്ക്രിപ്ചർ, ഇതാണ് അതിൻ്റെ ആപ്തവാക്യം. ആ അടിസ്ഥാനത്തിലാണ് ലൈഫ്സ് കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത്. വിശ്വാസവും നന്മയുള്ള ജീവിത മൂല്യങ്ങളും ദൈവവചനവും, ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 3 തൂണുകളാണ്. ഈ 3 തൂണുകളാണ് ഒരു വ്യക്തിയെ താങ്ങി നിർത്തുന്നത്. അവൻ്റെ വിശ്വാസം, അവൻ്റെ നന്മയുള്ള ജീവിത കാഴ്ചപ്പാടുകൾ, മൂല്യങ്ങൾ, ദൈവവചനത്തിലുള്ള അടിസ്ഥാനം. വ്യക്തി ജീവിതത്തെ മാത്രമല്ല, കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഉറച്ച അടിത്തറയിൽ നിലനിർത്തുവാൻ ഇത് ആവശ്യമാണ്. വിശ്വാസം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ്. ധാർമ്മികത ശരിയായ വഴിയിൽ നമ്മെ നടത്തുവാൻ പ്രാപ്തിപ്പെടുത്തുന്നു. തിരുവെഴുത്ത് ജീവിതത്തിന് വെളിച്ചവും ദിശാബോധവും നൽകുന്നു. ഉയർപ്പ് കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ലല്ലോ. ഉയർപ്പിൻ്റെ ആരാധനയ്ക്ക് ശേഷം ഞായറാഴ്ച നമ്മൾ മിക്കപ്പോഴും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് തോമസിൻ്റെ പ്രഖ്യാപനമാണ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവും ആയുള്ളവേ. ആ ഒരു പ്രഖ്യാപനം, ആ ഒരു വിശ്വാസം ആദിമസഭയുടെ കരുത്തും പ്രത്യാശയുമായി നിലകൊണ്ടു. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ദൈവത്തെ അറിയാത്ത ഒരു സമൂഹം ഇന്ന് വളർന്നു വരികയാണ്. അല്ലെങ്കിൽ ദൈവചിന്ത വളരെ കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവമില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളൊരു മട്ട് പുതിയ തലമുറയ്ക്ക് ഉണ്ട്. അടുത്ത നാളിൽ ചെറിയൊരു വീഡിയോ ക്ലിപ്പുകൾ, അതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ചന്ദ്രൻ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ഇതായിരുന്നു അടുത്ത ചോദ്യം. ചന്ദ്രൻ എന്ന ഭൂമിയുടെ ഉപഗ്രഹം ഇല്ലാതെ വന്നാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ശാസ്ത്രീയമായ ചില വെളിപ്പെടുത്തലുകളാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഞാനതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്തത്. ഒന്ന്, ചന്ദ്രൻ ഇല്ലാതെ നിലാവ് കാണുകയില്ല എന്നൊക്കെയുള്ള ഒരു കവിസങ്കല്പമൊക്കെ ഉണ്ട്. അതൊക്കെ മാറി നിൽക്കട്ടെ. പക്ഷെ സമുദ്രത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, ആർത്തിരമ്പുന്ന തിരമാലകളും സമുദ്രം കോപിക്കുന്ന ഒരു സമുദ്രത്തിൻ്റെ ഒരു രൂപമാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതിലും വളരെ ഭീകരമാണ്. ചന്ദ്രനില്ലാതെ പോയാൽ ഭൂമിയുടെ ഒരു ദിവസം 24 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറായിട്ട് ചുരുങ്ങും. ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത വളരെ കൂടും. ഇപ്പം ചന്ദ്രനും ഭൂമിയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഘർഷണം, അതിൻ്റെ സൃഷ്ടിയുടെ രീതി ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഒരു പൊട്ടിത്തെറിയിലൂടെ, ബിഗ് ബാങ് എന്ന് പറയുന്ന തിയറി പറയുന്ന ആ തിയറിയിലൂടെ, ഒരു പൊട്ടിത്തെറിയിലൂടെ വലിയൊരു ഗ്രഹം ചിന്ന കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൃത്യസ്ഥലത്ത് എന്ന്
അവരുടെ പ്രവണതത്തിൽ നിന്നത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കൃത്യമായി ഒരു സംവിധാനം പ്രപഞ്ചത്തിലുണ്ട്. ആ സംവിധാനത്തെ ഒരുക്കിയ ആളാണ് ദൈവം എന്നുള്ള വിശ്വാസം നമ്മൾ നിലനിർത്തി അത് തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. അത് ഈ കമ്മ്യൂണിറ്റി, ഡയസ് കമ്മ്യൂണിറ്റി നിർവഹിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ധാർമ്മികതയെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. 93 വയസ്സ് വരെ ജീവിച്ച എൻ്റെ ഒരു ബന്ധുവുണ്ടായിരുന്നു. അദ്ദേഹം പള്ളിയിൽ ചെയ്യാത്ത ജോലികളില്ല, കപ്പിയാർ, കൈക്കാരൻ, കമ്മിറ്റിക്കാരൻ, ഫയർ മാസ്റ്റർ എന്ന് വേണ്ട, കൗൺസിൽ മെമ്പർ എല്ലാം ആയിട്ട് ജീവിച്ചു. പക്ഷേ 90-93 വയസ്സായപ്പോൾ മക്കളോട് പറഞ്ഞു, എനിക്ക് വേറെ താമസം, എനിക്കൊരു വീട് വെച്ച് തരണം. മക്കൾ പറഞ്ഞു, ഇതെല്ലാം അപ്പം പറയുന്നു. ഈ വയസ്സായ കാലത്ത് കൂനി നടക്കുന്ന അപ്പൻ വേറൊരു വീട് വെച്ച് തന്ന നാട്ടുകാർ ഞങ്ങളെ തല്ലിക്കൊല്ലുകൊണ്ട് അപ്പൻ എന്നെ ഇവിടെ കുഴപ്പം. പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് പിള്ളേരോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിയിട്ട് പുള്ളിക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു കാപ്പിയൊക്കെ ഒരു 93 വയസ്സുള്ള എൻ്റെ അപ്പൻ്റെ സഹോദരനാണ്. അദ്ദേഹം പള്ളിയിൽ സജീവമായിരുന്നു. എന്താണ് പുള്ളിയുടെ ഒരു ധാർമ്മിക ജീവിതത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്? പുള്ളി എങ്ങനെയാണ് വിശ്വാസത്തെ കണ്ടിരുന്നത്? അപ്പോൾ നമ്മൾ നിശ്ചയമായും നമ്മുടെ ധാർമ്മികത ജീവിതം അതെങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് എന്ന് വരുന്ന കഥയുണ്ടല്ലോ. ഒരുത്തൻ്റെ മടിയിൽ കിടന്നു വരുന്ന ഓമനയായ കുഞ്ഞാട്, അയൽവക്കക്കാരൻ ധനികൻ, അവന് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലൊരു അതിഥി വന്നപ്പോൾ ഈ കുഞ്ഞാടിനെ പിടിച്ച് അറുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തു. രാജാവിൻ്റെ കോപം ജ്വലിച്ചു, ധാർമ്മികത ഉയർന്നു. ആരാണ് ആ ദുഷ്ടമനുഷ്യൻ? അവൻ വധശിക്ഷയ്ക്ക് യോഗ്യൻ. അപ്പോഴാണ് നാഥാൻ പറയുന്നത്, ആ മനുഷ്യൻ നീ തന്നെ. അവിടെ പുതിയൊരു ധാർമ്മികത ദാവീദിന് ബോധ്യപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു വൈദികരായ നമ്മളും അൽമായരും എല്ലാം എപ്പോഴും കേൾക്കേണ്ട ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരമാണ്, ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള നാഥാന്റെ വാക്കുകൾ. അത് നമ്മുടെ ചെവിയിൽ മുഴങ്ങുമ്പോൾ ധാർമ്മികതയെക്കുറിച്ച്, ഞാൻ അനുഷ്ഠിക്കേണ്ട ജീവിതചര്യയെക്കുറിച്ച്, ജീവിത മൂല്യങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തുന്ന ഒന്നാണ് ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള നാഥാന്റെ വാക്കുകൾ. അത് നമ്മെ ശക്തിപ്പെടുത്തുന്നു. ലൈഫ് കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ആളുകൾ ആ ഒരു തരത്തിലേക്ക് വരത്തക്ക വിധത്തിൽ ദൈവവചന പഠനം നടന്നു വന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. നോമ്പിൻ്റെ ആരാധനകൾ ഓരോ ദിവസവും നോമ്പിനെ സംബന്ധിച്ച പ്രത്യേകിച്ച് ഇത്തവണത്തെ വർജനത്തെക്കുറിച്ചുള്ള പ്രത്യേക ക്ലാസ്സുകളും നിരൂപണങ്ങളും പഠനങ്ങളും, ഏതെല്ലാം തരത്തിലുള്ള വർജനങ്ങളാണ് നമുക്ക് ആവശ്യം എന്ന് വളരെ വ്യത്യസ്തമായ തലത്തിൽ നിന്നുകൊണ്ട് ഡയസ് കമ്മ്യൂണിറ്റി അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി. വ്യത്യസ്തമായ തലങ്ങളിലുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു അതുപോലുള്ള ഒരു വളരെ ഗഹനമായൊരു പഠനം അടുത്ത കാലത്തെങ്ങും മറ്റ് ഇടങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെല്ലാം വർജിക്കണം, ഭക്ഷണം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വർജിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു അറിവ് നമുക്ക് ലഭിച്ചു. അത് നമുക്ക് ധാർമ്മികതയിൽ ജീവിക്കുന്നതിനും ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ദൈവവചനം അതിനെല്ലാം അടിസ്ഥാനമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ നവ സമൂഹ സൃഷ്ടിക്ക് ദൈവവചനം അടിസ്ഥാനമായി എന്നുള്ളതും നാം മറന്നു പോകരുത്. മിഷണറിമാർ വന്ന് നൽകിയിട്ടുള്ള ദൈവവചനം അതാണ് കേരളത്തിൻ്റെ നവസമൂഹ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികളും ഒക്കെ ഈ മിഷണറിമാരുടെ ചുവടുകൾ പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നവോത്ഥാനത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ദൈവവചനമാണ് ഒരു നവസമൂഹ സൃഷ്ടിക്ക് അടിസ്ഥാനം. അപ്പം ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന, അതിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിക്കുന്ന ഒരു സമൂഹം
ആ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ ഒരു 40-45 വയസ്സിന് മേളിലോട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഈ നമ്മുടെ ലൈഫ് കമ്മ്യൂണിറ്റി അംഗങ്ങളായി സജീവമായി നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ മക്കളെ കൂടി ഈ കമ്മ്യൂണിറ്റി ലൈഫിലേക്ക്, പഠനത്തിലേക്ക്, വേദ വായനയിലേക്കും ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അർത്ഥവത്തായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത്. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട, ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു സമൂഹം, കുറെ മനുഷ്യർ സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ 2ാമത്തെ വാർഷികമാണ് ഇന്ന് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷിജു സാമുവലച്ചൻ മുഖ്യ പ്രഭാഷണത്തിനായി ഉള്ളതുകൊണ്ടും ലവസനച്ചൻ്റെ ഒരു സ്റ്റഡി ഇനിയും നാം കേൾക്കാനുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലൈഫ് കമ്മ്യൂണിറ്റിയുടെ 2ാമത്തെ വാർഷിക സമ്മേളനം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുന്നു. താങ്ക് യു.